സർപ്പങ്ങളെ ആരാധിച്ചാൽ ആഗ്രഹസാഫല്യവും വിവാഹയോഗവും തെളിയും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജീവനുള്ള ദൈവങ്ങളാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ സർപ്പദോഷങ്ങൾ വരാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പല രീതിയിൽ സർപ്പദോഷങ്ങൾ ഉണ്ടാകാമെന്നാണ് വിശ്വാസം. സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക, സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക, സർപ്പക്കാവ് അശുദ്ധമാക്കുക, സർപ്പത്തെ കൊല്ലുക, മുറിവേൽപ്പിക്കുക, പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുക എന്നിവ ചെയ്താൽ സർപ്പദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്തരത്തിൽ സർപ്പദോഷങ്ങൾ ഉണ്ടായാൽ അല്പായുസ്, വംശനാശം, മഹാരോഗം, ദാരിദ്ര്യം, ഭ്രാന്ത്, സന്താനമില്ലായ്മ എന്നിവ ഉണ്ടാകും. നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ സർപ്പദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സർപ്പബലി നടത്തുക, 100 പാലും കഴിക്കുക, ഉപ്പ്, മഞ്ഞൾ, സർപ്പവിഗ്രഹം, പുറ്റ്, മുട്ട എന്നിവ നാഗക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക, പാല്, ഇളനീർ, എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പപ്രീതിക്കായി ചെയ്യുന്ന വഴിപാടുകളാണ്. സർപ്പദോഷം മൂലമുണ്ടാകുന്ന ചർമ്മരോഗങ്ങളും നേത്രരോഗങ്ങളും അകറ്റാൻ പുള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിക്കുന്നത് ഉത്തമമാണ്. കൂടാതെ സൽപുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് നല്ലതാണ്. എരിക്കിൻ പൂവും കൂവളത്തിലയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും, വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞാരളിയും ചേർത്ത് കെട്ടിയ മാല നാഗയക്ഷിക്കും, കവിങ്ങിൻ പൂക്കുലയും ചെത്തിപ്പൂവും ചേർത്ത മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്കും നൽകിയാൽ നാഗശാപം ഒഴിവായി കിട്ടും. വിവാഹം നടക്കാൻ തടസ്സമുള്ളവർ സർപ്പക്ഷേത്രങ്ങളിൽ മാസം തോറും എത്തി പ്രാർത്ഥിച്ചാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നും വിശ്വാസമുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കണം. നാഗക്ഷേത്രങ്ങളിൽ പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ മാംസാഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. എല്ലാവിധത്തിലുള്ള ശുദ്ധി പാലിച്ചതിന് ശേഷമേ ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ.